السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്വലാത്തും സലാമും എന്ന വിഷയമാണ്. സ്വലാത്തും സലാമും എന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പ്രവാചകനെ അനുഗ്രഹിക്കുന്നു. അവൻ്റെ മലക്കുകൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അദ്ദേഹത്തിന് കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത്, സലാം ചൊല്ലുക എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുന്നു, വഅൻ അബ്ദില്ലാഹി ഇബ്നി അംർ ഇബ്നിൽ ആസ് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 സ്വലാത്ത് ആ വ്യക്തിയുടെ പേരിൽ ചൊല്ലുന്നതാണ്. അഥവാ 10 സ്വലാത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും 10 അനുഗ്രഹം ആ വ്യക്തിയുടെ മേൽ വർഷിക്കുന്നതാണ്. وعن ابن مسعود أن رسول الله صلى الله عليه وسلم قال أولى الناس بي يوم القيامة أكثرهم علي صلاة. ഖിയാമത്തിൻ്റെ ദിവസം ഞാനുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തി ആരായിരിക്കും? അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അക്സറുഹും അലയ്യ സ്വലാത്തൻ, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി, അല്ലാഹുവിൻ്റെ റസൂലുമായി ഖിയാമത്തിൻ്റെ ദിവസം അടുത്ത് നിൽക്കുന്ന വ്യക്തി, വളരെ അടുത്ത സാമീപ്യം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. ആരായിരിക്കും? അക്സറുഹും അലയ്യ സ്വലാത്തൻ, ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുന്നത് കൊണ്ട് 10 പ്രയോജനങ്ങളാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് സ്വലാത്തും സലാമും വർഷിക്കുമ്പോൾ ഈ 10 പ്രയോജനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കൽ. മുമ്പേ നമ്മൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്. സ്വലാത്ത് ചൊല്ലുക എന്നത്, സലാം ചൊല്ലുക എന്നത് വെറും ഒരു നല്ല പ്രവൃത്തി എന്നല്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കൽപ്പനയാണ്. 2, മലക്കുകളോടുള്ള യോജിപ്പ്. മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്കുകളുമായിട്ട് നമ്മുടെ ഈ അമല്, നമ്മുടെ ഈ പ്രവൃത്തി ചേരുകയാണ്. 3, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 കാരുണ്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് വർഷിക്കപ്പെടുന്നു. നമ്മൾ മുന്നേ പാരായണം ചെയ്ത ഹദീസ്. പദവികൾ ഉയർത്തപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 പദവികൾ ഉയർത്തപ്പെടും. 5, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി. അള്ളാഹുവിൽ നിന്ന് വർഷിക്കുന്ന കാരുണ്യം കാരണം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. 6, നന്മകൾ ലഭിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ ലഭിക്കുന്നു. 10 നന്മ ലഭിക്കുന്നു. 10 ദർജകൾ അള്ളാഹു ഉയർത്തുന്നു. 10 പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു. 7, പാപമോചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വഴി പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും 10 നന്മകൾ ലഭിക്കുന്നു. 10 ദർജകൾ അള്ളാഹു ഉയർത്തുന്നു. 10 പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു. 8, പ്രയാസങ്ങൾ നീങ്ങൽ. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കാരണം പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതാകുന്നു. 9, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും ഫലപ്രദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഏറെ ഫലപ്രദമാണ്. 10, പരലോകത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അധികമായി സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പരലോക നാളിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്നതാണ്. ബഹുമാനിയരെ, ഈ പറഞ്ഞ 10 പ്രയോജനങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു മനുഷ്യന് അധികമായി സ്വലാത്ത് ചൊല്ലാൻ കഴിയുക എന്നത് അള്ളാഹു ആ മനുഷ്യനോട് ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അധികമായി ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, വെറുതെ ചൊല്ലിയാൽ പോരാ, മുഹബ്ബത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ആ സ്വലാത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ആ മനുഷ്യന് ആത്മീയമായ ആ മനുഷ്യൻ്റെ ബന്ധം ശക്തിപ്പെടുന്നതാണ്. എത്ര വിദൂരങ്ങളിലായിരുന്നാലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഉള്ളതുപോലെയായിരിക്കും ആ വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ആ ഈമാനികമായ, ആ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത എന്നാൽ യാഥാർത്ഥ്യമായ ഈമാനികമായ ആ പ്രകാശം, ആത്മീയമായ ആ ഊർജം, നമ്മൾ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലുന്നു, അവിടെ നിന്നും ആ ഊർജം ഇങ്ങോട്ട് ലഭിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്കുകൾ ആ മനുഷ്യൻ്റെ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ പിതാവിൻ്റെ പേരോടുകൂടി, പിതാവിൻ്റെ പേര് കൂടി പരാമർശിച്ചുകൊണ്ട്
ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ പരിചയപ്പെടുത്തുന്നു. അപ്പം അതുകൊണ്ട് അധികമായി സ്വലാത്ത് ചൊല്ലുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ദിവസവും കുറഞ്ഞതൊരു 300 സ്വലാത്തെങ്കിലും ചൊല്ലുക. കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ലെവലാണ് രാവിലെയും വൈകിട്ടും 10 സ്വലാത്ത് വെച്ച് ചൊല്ലുക. പക്ഷേ 10 സ്വലാത്ത് ചൊല്ലുന്നതും അത് ഒരു ഈ പറയുന്ന 300 ഇല്ലെങ്കിൽ 1000 സ്വലാത്തിൻ്റെ ആ ഒരു ഘനം അതിലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അതിൽ നമ്മൾ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. ആ സ്വലാത്തിൻ്റെ അതിൻ്റെ ആസ്വാദനം നമ്മൾ അനുഭവിക്കണം. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആത്മീയമായ രീതിയിൽ അതിൻ്റെ ആ ഒരു ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ 10 സ്വലാത്ത് രാവിലെയും വൈകിട്ടും പൂർത്തീകരിക്കുക. ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്. ഇല്ലെങ്കിൽ സമയം കണ്ടെത്തി ഇരുന്നു കൊണ്ട് നമ്മൾ 300 1000 സ്വലാത്ത് ദിവസവും ചൊല്ലുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. ഒരു മനുഷ്യൻ സ്വലാത്ത് ശീലമാക്കി മാറ്റിയാൽ ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കും. ഉറപ്പുള്ള കാര്യമാണ് സഹോദരങ്ങളെ, വളരെ ഉറപ്പുള്ള കാര്യമാണ്. സംശയമില്ല ആ കാര്യത്തിൽ. സ്വലാത്ത് അധികമായി ചൊല്ലുന്നൊരു വ്യക്തി അള്ളാഹു അവൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും അവന് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. അനുഗ്രഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വിജയങ്ങളുടെ, ആത്മീയമായി ഉയരാൻ വേണ്ടി ഒരു മനുഷ്യന് ഏറ്റവും ഫലപ്രദമായ അമലാണ് സ്വലാത്ത്. 2 സിക്റുകളെ, സ്വലാത്തും സിക്റാണ്, 2 സിക്റുകളെ നമ്മൾ മുറുകെ പിടിക്കുക. ജീവിതത്തിൽ അധികരിപ്പിക്കുക. അതിനെ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ 2 അമലുകൾ, ഈ 2 അമലുകളെ നമ്മൾ ശക്തമായി ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു, ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ. അതിൽ 1 ഈ സ്വലാത്താണ്. 2 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, അതല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. സ്വലാത്തും ഇസ്തിഗ്ഫാറും, ഇത് രണ്ടും ഭയങ്കര വലിയ ശക്തമായൊരു മനുഷ്യൻ്റെ കയ്യിലുള്ള ശക്തമായ ആയുധമാണ്. അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വാതിലുകൾ തുറക്കപ്പെടാനുള്ളൊരു കാരണമാണ്. അതുകൊണ്ട് സ്വലാത്തുമായും ഇസ്തിഗ്ഫാറുമായും നമ്മൾ നമ്മുടെ ബന്ധം സ്ഥാപിക്കുക. ഇത് ഇപ്പം ഇവിടെ സ്വലാത്ത് ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറയുന്നതിന് അർത്ഥം വെറുതെ ചൊല്ലുക എന്നല്ല. അതിനെ അധികരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നമ്മൾ ആഴ്ന്നിറങ്ങിയും വേണം. അതിൻ്റെ ആത്മീയത ഉൾക്കൊണ്ട് വേണം ചൊല്ലാൻ. വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുന്നതുകൊണ്ട് കണ്ണുകൊണ്ട് പല പാപങ്ങൾ ചെയ്യുന്നു, ചെവികൾ കൊണ്ട് പല പാപങ്ങൾ ചെയ്യുന്നു. സ്വലാത്ത് ചൊല്ലുന്നു, നമ്മുടെ ഹൃദയ സാന്നിധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹൃദയ സാന്നിധ്യമില്ലാതിരിക്കുക എന്നത് അദബകേടാണ്. കാരണം നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് മലക്കുകൾ അവിടെ എത്തിക്കുകയാണ്. മലക്കുകൾ വെറുതെ അല്ല എത്തിക്കുന്നത്. മലക്കുകൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ അതിൻ്റെ സത്തയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരത് എത്തിക്കുന്നത്. അപ്പോൾ ഹൃദയ സാന്നിധ്യമില്ലാതെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ആ സ്വലാത്ത് സ്വീകാര്യമാകുമോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് നമ്മൾ വെറുതെ നമ്മൾ ഒരു ഗൗരവമില്ലാതെ, അതില്ലെങ്കിൽ അതിൻ്റെ ആ മഹത്വമില്ലാതെ അസ്സലാമു അലൈക്കും സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ മോശമായ കാര്യമാണ്, എത്ര വലിയ അദബകേടാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മലക്കുകളോട് എത്തിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വലാത്തിൽ പരിപൂർണ അദബും പരിപൂർണമായ രീതിയിലുള്ള അതിൻ്റെ ആ ഒരു മഹത്വവും നമ്മളിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വലാത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ കബൂലിയത്തുണ്ടാവുകയുള്ളൂ, സ്വീകാര്യമുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അധികമായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അധികമായി സ്വലാത്ത് ചൊല്ലുക, നബിയിലുള്ള മുഹബ്ബത്തിൽ അലിഞ്ഞു ചേർന്ന് സ്വലാത്ത് ചൊല്ലുക, നബിയുടെ സുന്നത്തുകളെ പിൻപറ്റുക. സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം പോരാ, നബിയുടെ സുന്നത്തുകളെ ജീവിതത്തെ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തണം സഹോദരങ്ങൾ. അത് മുഹബ്ബത്തിൻ്റെ ഭാഗമാണ്. ഒരാൾക്കൊരു വ്യക്തിയോട് മുഹബ്ബത്തുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ഓരോ ചലനവും, ഇന്ന് നമുക്കറിയാം സിനിമാ താരങ്ങളെയും ഫാഷൻ താരങ്ങളെയും അതുപോലെ ഫുട്ബോൾ താരങ്ങളെയുമൊക്കെ ആൾക്കാർ അനുകരിക്കുന്നത് അവരോടുള്ള മുഹബ്ബത്താണ്. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്തുണ്ടാകുമ്പോൾ ആ നബിയെ എല്ലാ അർത്ഥത്തിലും അനുകരിക്കാൻ നമ്മൾ തയ്യാറാവും. എന്ന് വേണ്ട പ്രത്യേകമായി പ്രതിഫലമൊന്നും വാഗ്ദാനം ചെയ്യപ്പെടാത്ത കാര്യങ്ങളിൽ പോലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കും. ഇപ്പം ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതുപോലെ എനിക്ക് നടക്കണം. ഹദീസിൽ വായിച്ചു എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നടക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനും ആഗ്രഹം തോന്നി. അപ്പോൾ ആ വ്യക്തിയും പ്രാക്ടീസ് ചെയ്യുകയാണ്, നബി തങ്ങൾ നടന്നതുപോലെ എനിക്ക് നടക്കണം, നബി തങ്ങൾ പുഞ്ചിരിച്ചതുപോലെ എനിക്ക് പുഞ്ചിരിക്കണം. അതിന് പ്രത്യേക പ്രതിഫലങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല, പക്ഷെ അത് മുഹബ്ബത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവും, അവൻ്റെ വേഷവിധാനമായിരുന്നാലും അവൻ്റെ ചലനങ്ങളായിരുന്നാലും അവൻ്റെ ആത്മീയമായ അവൻ്റെ ഖൽബിയായ അവസ്ഥയായിരുന്നാലും അവൻ്റെ കർമ്മമൊക്കെ മുഹമ്മദി നൂറിൽ അത് പൊതിയപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിശക്തമായ രീതിയിൽ സ്നേഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അധികമായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്.